നെയ്മർ ജൂനിയർ ശക്തമായിട്ട് തിരിച്ചെത്തുമെന്ന് നെയ്മറിൻ്റെ പിതാവ്. അതുമാത്രമല്ല, ട്രാൻസ്ഫർ മാർക്കറ്റുകളൊക്കെ നെയ്മർ ജൂനിയറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നെയ്മറിൻ്റെ പിതാവ് വന്ന് പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ജൂനിയർ ശക്തമായിട്ടായിരിക്കും ഇനി തിരിച്ചു വരിക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നെയ്മർ ഉള്ളത്. അതായത് പരിക്കുകൾ വിട്ടു മാറുന്നില്ല. വർഷം ഒന്ന് കഴിഞ്ഞു, ഇപ്പോൾ അദ്ദേഹം കളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് തുടർന്നിട്ട് അല്ലെങ്കിൽ 2 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വട്ടം കളത്തിലിറങ്ങി. പക്ഷേ ആ ഒരു മത്സരം കംപ്ലീറ്റ് ആക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല. പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് ആ മത്സരം കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇനി അദ്ദേഹം ജനുവരിയിലൊക്കെ ആയിരിക്കും തിരിച്ചെത്തുക എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഇനി അടുത്ത മത്സരങ്ങളൊക്കെ വരുന്നത് മാർച്ചിലൊക്കെയാണ്. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ വരുന്നത് അടുത്ത മാർച്ചിലൊക്കെയാണ്. കൊളംബിയ അതുപോലെ അർജൻറ്റീന ടീമുകൾക്കൊക്കെ എതിരെയാണ് ഇപ്പോഴത്തെ മത്സരങ്ങൾ വരുന്നത്. കൊളംബിയയുമായിട്ടാണ് ബ്രസീലിൻ്റെ ആദ്യത്തെ മത്സരം 2025. ആ ഒരു മത്സരത്തിലായിരിക്കാം നെയ്മറിൻ്റെ തിരിച്ചു വരവും. നല്ലൊരു ഓപ്പോസിറ്റാണ് കൊളംബിയ. പോളിൻ്റെ അങ്ങേയറ്റുള്ളൊരു ടീമാണല്ലോ, നമുക്കറിയാലോ. അപ്പോൾ ഏതായാലും കൊളംബിയ, അർജൻറ്റീന എന്നിവർക്കെതിരായിരിക്കാം നെയ്മറിൻ്റെ തിരിച്ചു വരവ്. അതുപോലെ തന്നെ സൗദി ക്ലബ്ബ് അൽ ഹിലാലിൽ അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലും കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അവിടുത്തെ പരിശീലകനൊന്നും നെയ്മറിൽ വലിയൊരു താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നെയ്മറിൻ്റെ ഈ ഒരു നിരന്തരമായിട്ടുള്ള പരിക്ക് ഒക്കെ അതിന് കാരണമായിരിക്കും. അതുപോലെ തന്നെ നെയ്മറിൻ്റെ പഴയ ക്ലബ്ബായ സാന്റോസിലേക്കോ അല്ലെങ്കിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയിലേക്കൊക്കെ ചേക്കേറിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട് നെയ്മറിൻ്റെ കാര്യത്തിൽ. ഏതായാലും നെയ്മറിൻ്റെ പിതാവ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നെയ്മർ ശക്തമായിട്ടായിരിക്കും ഇനി തിരിച്ചു വരുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നുള്ള കാര്യം.